വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. വൻ ഭൂചലനത്തിൽ കനത്ത നാശനഷ്ടമുണ്ടായ മ്യാൻമറിൽ രക്ഷാദൗത്യം പുരോഗമിക്കുന്നു. 150-ലേറെ പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. നിരവധി പേർ തകർന്ന കെട്ടിടങ്ങൾക്കടിയിൽ കുടുങ്ങിക്കിടക്കുന്നു. 700-ലധികം പേർക്ക് പരിക്കുണ്ട്. ബാങ്കോക്കിൽ ഉൾപ്പെടെ മേഖലയിലുടനീളം ഭൂചലനം അനുഭവപ്പെട്ടു. നിർമ്മാണത്തിലിരുന്ന ബഹുനില കെട്ടിടം ഉൾപ്പെടെയാണ് തകർന്നു വീണത്. വിവിധ സ്ഥലങ്ങളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഇന്നലെ രാത്രിയോടെയാണ് തുടർച്ചയായ 2 ഭൂകമ്പങ്ങൾ വൻ ദുരന്തം വിതച്ചത്. അതേസമയം മ്യാൻമറിന് അടിയന്തര സഹായവുമായി ഭാരതം 15 ടൺ അവശ്യവസ്തുക്കളുമായി ഇന്ത്യൻ വ്യോമസേനാ വിമാനം മ്യാൻമറിലേക്ക് പുറപ്പെട്ടു. മ്യാൻമറിന് മാനുഷിക സഹായം വാഗ്ദാനം ചെയ്ത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും രംഗത്തെത്തി. കൂടുതൽ വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, മ്യാൻമറിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടമാണ് ഭൂചലനത്തിൽ ഉണ്ടായിരിക്കുന്നത്. രക്ഷാദൗത്യം പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ 150 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. ഇനിയും ഏറെ പേർ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. വ്യാപ്തി വലിയ രീതിയിൽ വർദ്ധിക്കുന്നൊരു കാഴ്ച തന്നെയാണോ നമുക്ക് കാണാൻ കഴിയുന്നത്? രോഹിണി, തീർച്ചയായും ഈ ഭൂകമ്പം അതിതീവ്രമായൊരു ഭൂകമ്പമായിരുന്നു. നമുക്ക് റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തിയത് 7.7 ആണ് എന്നതാണ് ഈ തീവ്രതയുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്ന ഒരു വിഷയം. നമുക്കറിയാവുന്നതാണ്, നിരവധി കെട്ടിടങ്ങൾ തകർന്നു വീഴുകയും അതുപോലെ തന്നെ വൻതോതിൽ വൈദ്യുത കേന്ദ്രങ്ങളിലും വൈദ്യുത ലൈനുകളിലെല്ലാം തന്നെ തകരാറുകൾ സംഭവിക്കുകയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ ജനജീവിതം ദുസ്സഹമായ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. മാത്രമല്ല, തകർന്നടിഞ്ഞ കെട്ടിടങ്ങൾക്കിടയിൽ നിന്നും 150 പേരെ മാത്രമാണ് 150 മൃതദേഹങ്ങൾ മാത്രമാണ് ഇതുവരെ വീണ്ടെടുക്കാനായിട്ടുള്ളത്. നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സൂചനകളിൽ നിന്നെല്ലാം തന്നെ വലിയൊരു തോതിലുള്ള ഒരു ഭൂകമ്പം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം നടത്തേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായി അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് പോലും രക്ഷാപ്രവർത്തകരെ എത്തിക്കുന്നതിനുള്ള നീക്കങ്ങളും മ്യാൻമാറിൽ പുരോഗമിക്കുന്നുവെന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ അടിയന്തര സഹായവുമായി ഭാരതവും നേരത്തെ സൂചിപ്പിച്ചതുപോലെ US ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും അടിയന്തര സഹായമായി പല സൗകര്യങ്ങളും മ്യാൻമാറിലേക്ക് എത്തിച്ചിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ 150 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയെന്നാണ് ഔദ്യോഗികമായി കണക്കുകൾ പുറത്തുവരുന്നത്. മരണസംഖ്യ സംബന്ധിച്ച ഒരു വ്യക്തത ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. കാണാതായവരുടെ എണ്ണവും അതുപോലെ തന്നെ നിരവധി പേരുടെ മരണം സംഭവിച്ചിട്ടുള്ളതും കെട്ടിടങ്ങൾ തകർന്നടിഞ്ഞതിനിടയിൽ എത്ര പേരുണ്ട് എന്നത് സംബന്ധിച്ചുള്ള വ്യക്തമായ ഉത്തരങ്ങൾ ലഭ്യമാകാത്തതും എല്ലാം തന്നെ ഈ മരണസംഖ്യ കൃത്യമായി അറിയുന്നതിന് ഏറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ വലിയ തോതിലുള്ള ഒരു ഭൂകമ്പം ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ വലിയ ആഘാതം തന്നെയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. മ്യാൻമാറിലും അതുപോലെ തന്നെ പരിസര പ്രദേശങ്ങളിലും എല്ലാം തന്നെ വൻതോതിൽ ഈ ഭൂകമ്പത്തിന്റെ പ്രകമ്പനം അറിയാൻ സാധിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ വലിയ വൻതോതിലുള്ള ഒരു ഭൂകമ്പ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. രോഹിണി, ശരി, ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്.